പ്രീതികര സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻട്രിയിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് സാർ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവും അതോടൊപ്പം ഫ്രഞ്ച് വിപ്ലവമൊക്കെ പഠിച്ചു. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെയും ഫ്രഞ്ച് വിപ്ലവത്തിന്റെയും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നടന്ന മറ്റൊരു ലോക വിപ്ലവമാണ് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം. ലാറ്റിൻ അമേരിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് രാജ്യം, അല്ലെങ്കിൽ ഏതാണ് വൻകര എന്ന് നിങ്ങൾ ചിലപ്പോൾ ചിന്തിച്ചേക്കാം. തെക്കേ അമേരിക്കയാണോ വടക്കേ അമേരിക്കയാണോ എന്നൊരു സംശയം ഉണ്ടാവാം. എന്നാൽ അമേരിക്ക ഒഴികെയുള്ള വടക്കേ അമേരിക്കൻ ഭാഗവും തെക്കേ അമേരിക്കയുടെ ഭൂരിഭാഗം ഭൂപ്രദേശങ്ങളും ചേർന്നതാണ് എന്ത് പേരിൽ അറിയപ്പെടുക? ലാറ്റിൻ അമേരിക്ക എന്ന പേരിൽ അറിയപ്പെടുക. ലാറ്റിൻ അമേരിക്ക എന്ന് ഈ ഭൂപ്രദേശത്തെ വിളിക്കുവാനുള്ള പ്രധാന കാരണം ഇറ്റലിയിലെ രൂപം കൊണ്ട, അല്ലെങ്കിൽ ഇറ്റലിയിലെ ഇന്നും കേന്ദ്രമായി പ്രവർത്തിക്കുന്ന റോമൻ കത്തോലിക്ക വിശ്വാസം അഥവാ ലത്തീൻ കത്തോലിക്ക വിശ്വാസം പ്രചാരമുള്ള രാജ്യങ്ങൾ എന്ന അർത്ഥത്തിലാണ്. അതിന് പ്രധാന കാരണമായത് യൂറോപ്യൻ രാജ്യങ്ങൾ തന്നെ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ലോകത്താദ്യമായി സമുദ്ര പരിവേഷണത്തിന് തുടക്കം കുറിച്ചത് ഏതൊക്കെ രാജ്യങ്ങളാ? സ്പെയിനും പോർച്ചുഗലുമായിരുന്നു, അല്ലെ? ആ സ്പെയിനും പോർച്ചുഗലുമാണ് ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ എന്ന് കണക്കാക്കുന്ന ഭൂപ്രദേശങ്ങളിൽ കോളനിവൽക്കരണം നടപ്പിലാക്കുകയും അവിടെ ലത്തീൻ അഥവാ റോമൻ കത്തോലിക്ക വിശ്വാസം പ്രചരിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ സ്പാനിഷ്, പോർച്ചുഗീസ് കൾച്ചറാണ് ഈ ലത്തീൻ അമേരിക്കൻ രാജ്യങ്ങളിൽ അഥവാ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിലകൊള്ളുക. സ്പെയിനിന്റെയും പോർച്ചുഗലിന്റെയും നേതൃത്വത്തിലുള്ള കോളനിവൽക്കരണത്തിനെതിരെ തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്കയിൽ അമേരിക്ക ഒഴികെയുള്ള ഭൂപ്രദേശങ്ങളിൽ നടന്ന പ്രത്യക്ഷ സമരമാണ് പൊതുവായിട്ട് നമ്മൾ എന്തെന്ന് വിളിക്കുക? ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം എന്ന് വിളിക്കുക. ഓക്കെ, ഇത് ബേസിക് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമുക്കിനി തുടർന്ന് പഠിക്കാം. ഓക്കെ, യെസ്. ഞാൻ പറഞ്ഞു, എന്താണ് ഒരു ഭൂപ്രദേശമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല ലാറ്റിൻ അമേരിക്ക, മറിച്ച് സാംസ്കാരിക പ്രദേശമാണ്. എവിടത്തെ? തെക്കേ അമേരിക്കയിലെയും മധ്യ അമേരിക്കയിലെയും വടക്കേ അമേരിക്കയുടെ ഭാഗമായ വെസ്റ്റ് ഇൻഡീസ് ദ്വീപുകളും. വടക്കേ അമേരിക്കയുടെ അമേരിക്ക ഒഴികെയുള്ള ഭാഗമാണ് വെസ്റ്റ് ഇൻഡീസ് ദ്വീപുകൾ അഥവാ കരീബിയൻ ദ്വീപുകൾ എന്നറിയപ്പെടുക, അല്ലെ? വെസ്റ്റ് ഇൻഡീസ് ദ്വീപുകൾ തന്നെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? കരീബിയൻ ദ്വീപ് എന്ന് വിളിക്കുക. ഈ ഭൂപ്രദേശങ്ങളെയാണ് നമ്മൾ പൊതുവായിട്ട് എന്തെന്ന് വിളിക്കുക? യെസ്, ലാറ്റിൻ അമേരിക്ക എന്ന് വിളിക്കുക. സെറ്റാണേ. അപ്പൊ സാംസ്കാരിക ഭൂപ്രദേശം എന്ന് പറയുന്നത് തെക്കേ അമേരിക്കയുണ്ട്, മധ്യ അമേരിക്കയുണ്ട്, പിന്നെ വെസ്റ്റ് ഇൻഡീസ് ദ്വീപുകൾ അഥവാ കരീബിയൻ ദ്വീപുകളും. ലാറ്റിൻ അമേരിക്കയിലെ പുരാതന ജനവിഭാഗം അസ്തക്കുകൾ എന്നായിരുന്നു. അസ്തക്കുകളുടെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് പ്രകൃതി ആരാധിക്കുന്നവരായിരുന്നു. പാമ്പ്, നാഗങ്ങളെ ആരാധിക്കുന്നവരായിരുന്നു അസ്തക്ക് വംശം. നമുക്കറിയാം, വടക്കേ അമേരിക്കയില്, ഇന്നത്തെ അമേരിക്ക ഉൾപ്പെടുന്ന ഭൂപ്രദേശത്തെ ആദിമ നിവാസികൾ ആരായിരുന്നു? റെഡ് ഇന്ത്യക്കാരായിരുന്നു, അല്ലെ? ആ വടക്കേ അമേരിക്കയിലെ ഇന്നത്തെ അമേരിക്ക ഒഴികെയുള്ള മറ്റു ഭൂപ്രദേശത്തെ പ്രധാന ജനവിഭാഗം ആരായിരുന്നു? അസ്തക്കുകളായിരുന്നു. ഓക്കെ, ഈ അസ്തക്കുകൾ നിലവിൽ കാണപ്പെടുന്നത് എവിടെയാണ്? മെക്സിക്കോയിലാണ്. നിലവിൽ പ്രധാനമായും അസ്തക്ക് വംശജർ, പരമ്പരാഗതമായ അസ്തക്ക് വംശജർ കാണപ്പെടുന്നത് എവിടെയാണ്? മെക്സിക്കോയിലാണ്. തെക്കേ അമേരിക്കയിലെ പ്രാചീന സംസ്കാരമാണ് മാച്ചു പിച്ചു. ഈ മാച്ചു പിച്ചു എന്ന് പറയുന്നത് യഥാർത്ഥത്തില് ഇൻക എന്ന നാഗരികതയുടെ കീഴിൽ രൂപം കൊണ്ട ഒരു തലസ്ഥാന നഗരമായിരുന്നു മാച്ചു പിച്ചു. ഈ മാച്ചു പിച്ചു എന്ന് പറയുന്ന നഗരം ഒരു പർവ്വതത്തിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന നഗരമാണ്. ഈ നഗരം പണികഴിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ പച്ചക്കുട്ടി എന്ന ഭരണാധികാരിയാണ് കേട്ടോ. പച്ചക്കുട്ടി എന്ന ഭരണാധികാരിയാണ്. അതൊന്നും ബേസ് ചോദിക്കില്ല. എങ്കിലും മാച്ചു പിച്ചു നഗരം ലോകാത്ഭുതങ്ങളിൽ, പ്രാചീന ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ്. പ്രാചീന സംസ്കാരത്തിലെ നഗരമായിരുന്നു. ഇൻക എന്ന് പറയുന്ന പ്രാദേശിക സംസ്കാരത്തിലെ നഗരമായിരുന്നു. നിലവിൽ അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പെറുവിലാണ്. മാച്ചു പിച്ചു നഗരം പണികഴിപ്പിച്ചത് പച്ചക്കുട്ടി എന്ന പ്രാചീന ഭരണാധികാരിയായിരുന്നു കേട്ടോ. നിലവിൽ അത് എവിടെയാണ്? പെറു എന്ന രാജ്യത്ത്. അപ്പോ പ്രാചീന അമേരിക്കയിലെ, അല്ലെങ്കിൽ തെക്കേ അമേരിക്കയിലെ പ്രാചീന സംസ്കാരമായിരുന്നു, അല്ലെങ്കിൽ പ്രാചീന സംസ്കാര കേന്ദ്രമായ നഗരമാണ് മാച്ചു പിച്ചു. ഓക്കെ, മറക്കില്ലല്ലോ. ഇത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ.
അപ്പോൾ സാംസ്കാരിക ഭൂപ്രദേശം തെക്കേ അമേരിക്ക, മധ്യ അമേരിക്ക കൂടാതെ വെസ്റ്റ് ഇൻഡീസ് അഥവാ കരീബിയൻ ദ്വീപുകൾ. ലാറ്റിൻ അമേരിക്കയിലെ പുരാതന ജനവിഭാഗമാണ് അസ്തക്കുകൾ. ഓക്കെ, അസ്തക്കുകൾ നിലവിൽ പ്രധാനമായും കാണപ്പെടുന്നത് ഏത് രാജ്യത്താണ്? മെക്സിക്കോയിലാണ്. തെക്കേ അമേരിക്കയിലെ പ്രാചീന സാംസ്കാരിക കേന്ദ്രം അഥവാ പ്രാചീന നഗരം ഇന്ന് നിലവില് പ്രാചീന ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ് മാച്ചു പിച്ചു എന്ന നഗരം. അത് നിലവിൽ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? പെറുവിലാണ്. ഇപ്പം നിലവില് ആ പർവ്വത മുകളിലുള്ള നഗരത്തിൽ ജനവാസമൊന്നുമില്ല. പക്ഷേ അന്നത്തെ നിർമ്മിതികൾ ഇപ്പോഴും നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. ഓക്കെ, ഇനി അടുത്ത് പറയുന്നു, ലാറ്റിൻ അമേരിക്കയെ കോളനിയാക്കിയ രാജ്യങ്ങൾ ആരൊക്കെയാ? സ്പെയിനും പോർച്ചുഗലും. ഞാൻ ഇന്ന് ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞു, സമുദ്രപര്യവേഷണത്തിന് തുടക്കം കുറിച്ചത് ആരായിരുന്നു? സ്പെയിനും പോർച്ചുഗലുമായിരുന്നു അല്ലെ. നിങ്ങൾ കേരള ചരിത്രം പഠിക്കുമ്പോൾ പോർച്ചുഗീസുകാര് കേരളത്തിലേക്ക് എത്തിച്ചേർന്ന കഥ നിങ്ങൾ പഠിക്കാറുണ്ട് അല്ലെ. അങ്ങനെ പഠിക്കുമ്പോൾ കേരളത്തിൽ എത്തിച്ചേർന്ന ആദ്യത്തെ പോർച്ചുഗീസുകാരൻ വാസ്കോഡ് ഗാമ എന്ന് പഠിച്ചതിന് ശേഷം കേരളത്തിലെത്തിയ രണ്ടാമത്തെ പോർച്ചുഗീസുകാരൻ ആരെന്ന് പഠിക്കും? പെട്രോ അൽവാരിസ് കബ്രാൾ എന്ന് പഠിക്കും അല്ലെ. പെട്രോ അൽവാരിസ് കബ്രാള് ഇന്ത്യയിലേക്കുള്ള യാത്രാമധ്യേ ആദ്യം എത്തിച്ചേർന്നത് എവിടെയായിരുന്നു? തെക്കേ അമേരിക്കയിലായിരുന്നു. അപ്പൊ തെക്കേ അമേരിക്ക കണ്ടെത്തുന്നത്, തെക്കേ അമേരിക്കയിൽ ഏറ്റവും വലിയ രാജ്യമായ ബ്രസീൽ കണ്ടെത്തുന്നത് പെട്രോ അൽവാരിസ് കബ്രാൾ ആയിരുന്നു 1500-ൽ അല്ലെ. ഓർമ്മ വരുന്നുണ്ടോ? യെസ്. അപ്പോ ആ ബ്രസീല് ആരുടെ കോളനിയായിട്ട് മാറി? യെസ്, പോർച്ചുഗലിന്റെ കോളനിയായിട്ട് മാറി. ഈ തെക്കേ അമേരിക്കയിലെയും ഏറ്റവും വലിയ രാജ്യമാണ് ബ്രസീൽ. അതുകൂടാതെ മറ്റു ചില രാജ്യങ്ങളൊക്കെ ഉണ്ട്. മധ്യ അമേരിക്കയിലെയും കരീബിയൻ ദ്വീപ സമൂഹങ്ങളിലെയും രാജ്യങ്ങളൊക്കെ ആര് കോളനിയാക്കി മാറ്റി? സ്പെയിൻ കോളനിയാക്കി മാറ്റി. ഓക്കെ, അപ്പോ ലാറ്റിൻ അമേരിക്കയിലെ ഏറ്റവും വലിയ രാജ്യം ബ്രസീലാണ്. അതിനെ ആര് കോളനിയാക്കി? പോർച്ചുഗൽ കോളനിയാക്കി. മറ്റ് എല്ലാ രാജ്യങ്ങളിലും ആരാ കോളനിയാക്കിയത്? സ്പെയിനാണ്. ഓക്കെ അല്ലേ. അപ്പൊ ലാറ്റിൻ അമേരിക്കയെ കോളനിയാക്കിയ രാജ്യങ്ങൾ സ്പെയിനും പോർച്ചുഗലും. അതില് ബ്രസീൽ കോളനിയാക്കി മാറ്റിയത് പോർച്ചുഗലും. മറ്റെല്ലാ രാജ്യങ്ങളും ആരാണ്? സ്പെയിനും കോളനിയാക്കി. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവര് പോർച്ചുഗീസുകാർ കേരളത്തിൽ ചെയ്തതുപോലെ അവരുടേതായ സാംസ്കാരിക പാരമ്പര്യം കേരളത്തിൽ പ്രചരിപ്പിക്കാനായിട്ട് ശ്രമിക്കും അല്ലെ. പോർച്ചുഗലുകാരല്ലേ കേരളത്തിൽ ആദ്യമായി എന്താണ് സാമുദായിക കൂടിച്ചേരലിന് വേണ്ടിയിട്ട് സങ്കരവാസ സങ്കേതങ്ങൾ ആരംഭിക്കാൻ ശ്രമിച്ചത്. ഇതുപോലെ തന്നെ അവര് തെക്കേ അമേരിക്കൻ രാജ്യങ്ങളിലും മറ്റ് മധ്യ അമേരിക്ക, കരീബിയൻ ദ്വീപസമൂഹങ്ങളിലും ആശയം പ്രചരിപ്പിച്ചു. അപ്പൊ സ്വാഭാവികമായിട്ട് ജനങ്ങൾക്ക് അതില് അതിശക്തമായ പ്രതിഷേധമുണ്ടായി. വിപ്ലവം തുടക്കം കുറിക്കപ്പെട്ടത് 19-ാം നൂറ്റാണ്ടിലാണ്. 19-ാം നൂറ്റാണ്ട് എന്ന് പറയുമ്പോൾ 1801 മുതൽ 1900 വരെയുള്ള കാലഘട്ടം. 1801 മുതൽ 1900 വരെയുള്ള കാലഘട്ടം. അതാണ് 19-ാം നൂറ്റാണ്ട്. 20-ാം നൂറ്റാണ്ട് എന്ന് പറയുമ്പോഴോ 1901 തൊട്ട് 2000 വരെ. ശരിയല്ലേ? യെസ്. പ്രചോദനമായത് എന്തായിരുന്നു? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവും ഫ്രഞ്ച് വിപ്ലവവും. നിങ്ങൾ നോക്കിയേ, ഈ 19-ാം നൂറ്റാണ്ടിലാണ് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം ആരംഭിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ എന്നാ ആരംഭിച്ചേ? 1801 മുതൽ 1900 വരെയുള്ള കാലഘട്ടമാണ്. എപ്പോഴാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം? 1775-ലാണ് യഥാർത്ഥത്തിൽ അമേരിക്ക പ്രത്യക്ഷ സമരത്തിലേക്ക് കിടക്കുക അല്ലെ. 76-ൽ സ്വാതന്ത്ര്യ പ്രഖ്യാപനം ലഭിച്ചു. ഫ്രാൻസിൽ അധികാരമാറ്റം ഉണ്ടായത് 1789-ലാണ് അല്ലെ. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ രണ്ട് വിപ്ലവങ്ങളിൽ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ലാറ്റിൻ അമേരിക്കൻ ജനത, അതായത് ആ ലാറ്റിൻ അമേരിക്ക എന്ന് പറയുന്ന ഭൂരിഭാഗം രാജ്യങ്ങളും പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുക. അതുകൊണ്ട് തന്നെ കുറെ നേതാക്കന്മാരുണ്ടാവും അല്ലെ. തീർച്ചയായിട്ടും വിപ്ലവം നയിച്ച പ്രധാന നേതാക്കൾ ആരൊക്കെ? ഫ്രാൻസിസ്കോ മിരാഡ, ജോസെ ഡി സാൻ, ദെൻ സൈമൺ ബൊളിവർ. ആരൊക്കെയാ? ഫ്രാൻസിസ്കോ മിരാഡ, ജോസെ ഡി സാൻ മാർട്ടിൻ, നമ്മൾ ചുരുക്കി സാൻ മാർട്ടിൻ എന്നൊക്കെയാണ് വിളിക്കുക. ജോസെ ഡി സാൻ മാർട്ടിൻ, ദെൻ സൈമൺ ബൊളിവർ. ഇതില് ഏറ്റവും പ്രശസ്തനായ വ്യക്തി സൈമൺ ബൊളിവറാണ്. ഇവര് മൂന്നുപേരും വിവിധ കാലഘട്ടത്ത് ജനങ്ങളെ പ്രചോദിപ്പിച്ച വ്യക്തികളാണ് കേട്ടോ. അവരെ കുറിച്ച് വിശദമായി തന്നെ നമ്മൾ പഠിക്കുവാനായിട്ട് ശ്രമിക്കും. ഏതെങ്കിലും ഒരു രാജ്യത്തെ നേതാക്കളാണോ ഇവര്? അല്ല. തെക്കേ അമേരിക്കയിലെ ജനങ്ങളെ കൂടാതെ മധ്യ അമേരിക്കയിലെ ജനങ്ങളെ, വടക്കേ അമേരിക്കയുടെ ഭാഗമായ കരീബിയൻ ദ്വീപസമൂഹങ്ങളിലെ ജനങ്ങളൊക്കെ പ്രചോദിപ്പിക്കുവാൻ ഈ മൂന്ന് പേർക്കും കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് ഏതെങ്കിലും ഒരു രാജ്യത്തിന് വേണ്ടിയിട്ടല്ല ഇവർ പ്രവർത്തിക്കുന്നത് എന്ന കാര്യം മനസ്സിലുണ്ടാവട്ടെ. ഓക്കെ, ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ? ആകെ 2 സ്ലൈഡ് നമ്മൾ പഠിച്ചേ. എന്തൊക്കെയാ? തെക്കേ അമേരിക്ക, മധ്യ അമേരിക്ക, വെസ്റ്റ് ഇൻഡീസ് അഥവാ കരീബിയൻ ദ്വീപുകൾ ഉൾപ്പെടുന്ന ഭൂപ്രദേശമാണ് ലാറ്റിൻ അമേരിക്ക എന്ന സാംസ്കാരിക പ്രദേശം.
ലാറ്റിൻ അമേരിക്കയിലെ പുരാതന ജനവിഭാഗം ആരായിരുന്നു? അസ്തക്കുകളായിരുന്നു. നിലവില് അസ്തക്കുകൾ എന്ന ഗോത്ര വിഭാഗം പ്രധാനമായും കാണപ്പെടുന്നത് ഏത് രാജ്യത്ത്? മെക്സിക്കോയിലാണ്. തെക്കേ അമേരിക്കയിലെ പ്രാചീന സംസ്കാരമാണ് മാച്ചു പിച്ചു എന്ന നഗരം. ഓക്കെ, പ്രാചീന സാംസ്കാരിക കേന്ദ്രം അഥവാ നഗരമാണ് മാച്ചു പിച്ചു. നിലവിൽ എന്താണത്? പ്രാചീന ലോക മഹാത്ഭുതങ്ങളിൽ ഒന്നാണ്. ഇവിടെ സ്ഥിതി ചെയ്യുന്നത് പെറുവില്. മാച്ചു പിച്ചു നഗരം പണികഴിപ്പിച്ച ആരാണ്? പച്ചക്കുട്ടിയുമാണ് കേട്ടോ. ലാറ്റിൻ അമേരിക്കയെ കോളനിയാക്കിയ രാജ്യങ്ങൾ ഏതൊക്കെ? സ്പെയിനും പോർച്ചുഗലും. കാരണം സമുദ്ര പരിവേഷണത്തിന് ആദ്യമായി ഇറങ്ങിത്തിരിച്ച യൂറോപ്യൻ രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഈ രണ്ട് രാജ്യങ്ങളാണ്. അങ്ങനെ സമുദ്രമാർഗം എത്തിച്ചേർന്നതാണ് ഈ തെക്കേ അമേരിക്കയിലും മധ്യ അമേരിക്കയിലും കരീബിയൻ ദ്വീപ സമൂഹങ്ങളിലും. അതില് ബ്രസീലിനെ കോളനിയാക്കി മാറ്റിയത് പോർച്ചുഗലാണ്. മറ്റ് രാജ്യങ്ങളിൽ കോളനി സ്ഥാപിച്ചത് സ്പെയിൻ. ഈ ഒരു പോർച്ചുഗീസ് സ്പെയിൻ ആധിപത്യത്തിനെതിരെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ വിപ്ലവം ആരംഭിച്ചത് 19-ാം നൂറ്റാണ്ടിൽ. അവർക്ക് പ്രചോദനമായത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവും ഫ്രഞ്ച് വിപ്ലവവും. വിപ്ലവം നയിച്ച പ്രധാന നേതാക്കൾ എന്ന് പറയുന്നത് ഫ്രാൻസിസ്കോ മിരാഡ, ജോസി ഡി സാൻ മാർട്ടിൻ, പിന്നെ സൈമൺ ബൊളിവർ. വിപ്ലവത്തിന്റെ പ്രധാന കാരണങ്ങൾ നമുക്ക് നോക്കാം. വേറൊന്നും ചിന്തിക്കേണ്ടടാ. നമ്മളെ പോർച്ചുഗീസുകാരൊക്കെ ഇന്ത്യയിൽ വന്നിട്ട് കേരളത്തിൽ വന്നിട്ട് അവർ എന്തൊക്കെ ചെയ്തു ആ കാര്യങ്ങൾ തന്നെ അവിടെയും ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇത് SCERT ഫാക്ട് ആയതുകൊണ്ട് നമ്മൾ ഒന്ന് നോക്കി വെക്കുക. കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. കാണാതെ പഠിക്കേണ്ട ആവശ്യം ഇല്ല. ഭാഷയും മതവും ആചാരവും പ്രചരിപ്പിച്ചു. ഭാഷയും മതവും ആചാരവും. പോർച്ചുഗീസുകാരുടെ അഥവാ സ്പെയിൻകാരുടെ പ്രധാന മതം എന്ന് പറയുന്നത് റോമൻ കത്തോലിക്ക വിശ്വാസമാണ്, അഥവാ ലത്തീൻ കത്തോലിക്ക വിശ്വാസമാണ്. കേരളത്തിൽ ലത്തീൻ കത്തോലിക്ക വിശ്വാസം പ്രചരിപ്പിച്ചത് ആരാണടാ? പോർച്ചുഗീസുകാരാണ്. ശരിയല്ലേ? അങ്ങനെ പോർച്ചുഗീസുകാര് കേരളത്തിൽ വരുമ്പോൾ പരമ്പരാഗതമായി കേരളത്തിൽ ഉണ്ടായിരുന്നത് സിറിയൻ കത്തോലിക്കരായിരുന്നു. ആ സിറിയൻ കത്തോലിക്കരോട് പറഞ്ഞു റോമിലെ പോപ്പിനെ അംഗീകരിക്കുവാനും ലത്തീൻ പ്രാർത്ഥനാ രീതികൾ പിന്തുടരുവാനും ആവശ്യപ്പെട്ടു. അതാണല്ലോ നമ്മൾ പഠിക്കുന്ന 1599 ഉദയംപേരൂർ സൂനകദോസ് എന്ന മതസമ്മേളനം. അല്ലെ? ഇതുപോലെ തന്നെ ബ്രസീലിൽ പോയപ്പോൾ പോർച്ചുഗീസുകാർ എന്ത് ചെയ്തു? ബ്രസീലില് അവരുടെ ക്രിസ്തുമതം പ്രചരിപ്പിക്കുക. അതുകൊണ്ട് തന്നെ നിലവില് ലോകത്തെ ഏറ്റവും വലിയ കത്തോലിക്ക രാജ്യം, ലോകത്തെ ഏറ്റവും വലിയ ലത്തീൻ കത്തോലിക്ക രാജ്യം, അഥവാ ലോകത്തെ ഏറ്റവും വലിയ റോമൻ കത്തോലിക്ക രാജ്യം എന്നറിയപ്പെടുന്നത് ബ്രസീലാണ്. ഓക്കെ, അപ്പൊ ഭാഷയും മതവും ആചാരവും പ്രചരിപ്പിച്ചു. PSC ഒരിക്കൽ ചോദിച്ചു, ബ്രസീലില് ഫുട്ബോൾ വേൾഡ് കപ്പ് നടന്ന ഒരു വർഷമുണ്ടായിരുന്നു. ആ സമയത്ത് PSC ചോദിച്ചൊരു ക്വസ്റ്റൻ ആയിരുന്നു, ബ്രസീലിലെ പ്രധാന ഭാഷ ഏത്? ബ്രസീലിലെ പ്രധാന ഭാഷ ഏതാ? ബ്രസീൽ ആരുടെ കോളനി ആയിരുന്നു? പോർച്ചുഗീസുകാരുടെ. അവരവിടെ അവരുടെ ഭാഷ പ്രചരിപ്പിച്ചില്ലേ? അതെ. അതുകൊണ്ട് നിലവിൽ ഇപ്പോഴും ബ്രസീലിലെ പ്രധാന ഭാഷ എന്ന് പറയുന്നത് എന്താണ്? പോർച്ചുഗീസ് ആണ്. പക്ഷേ അന്ന് PSC ചോദിച്ചു, ഫസ്റ്റ് ഓപ്ഷനിൽ ബ്രസീലിയൻസിസ് എന്ന് തന്നു. ബ്രസീലിലെ പ്രധാന ഭാഷ ഏത്? പക്ഷേ എന്താണെന്നേ? ബ്രസീലിയൻസിസ്. പിന്നെ ഓപ്ഷനിൽ എന്തുണ്ടായിരുന്നു? പോർച്ചുഗീസ്. സ്വാഭാവികമായിട്ടും നമ്മളാണ് ആ ചോദ്യം ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ, നമ്മൾ പഠിച്ചിട്ടില്ല, ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ബ്രസീല്, ബ്രസീലിയൻസിസ്, പിന്നെ എന്ത് എന്ന് എഴുതി വെക്കും അല്ലെ? പക്ഷെ തെറ്റുവാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലല്ലേ? അല്ലെ? അതുകൊണ്ട് കൃത്യമായി പഠിച്ചു വെക്കുക. പോർച്ചുഗൽ കോളനിയായിരുന്ന ബ്രസീലില് സ്വാഭാവികമായിട്ടും എന്തായിട്ട് മാറി? യെസ്, പോർച്ചുഗീസ് ഔദ്യോഗിക ഭാഷയായിട്ട് മാറി. സ്പാനിഷ് ശൈലിയിൽ ദേവാലയങ്ങളും വീടുകളും വിദ്യാലയങ്ങളും നിർമ്മിക്കപ്പെട്ടു. ഈ സ്പാനിഷ് ശൈലിയിലെ വീടുകള്, നിർമ്മിതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിക്ഷോഭങ്ങളെ തടയാൻ കഴിയുന്നവയാണ്. ചിലവ് കുറഞ്ഞ വസ്തുതകൾ ഉപയോഗിച്ചുകൊണ്ടാണ് പലപ്പോഴും നിർമ്മിക്കുക. സ്പാനിഷ് കൃഷിരീതികളും കാർഷിക വിളകളും നടപ്പിലാക്കി. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ പരമ്പരാഗതമായ വിളകൾ കൃഷി ചെയ്തിരുന്നവര്, പരമ്പരാഗതമായി ഗുഹകളിൽ വസിച്ചിരുന്നവര്, പരമ്പരാഗത രീതിയിൽ മണ്ണ് കൊണ്ടും ചെളി കൊണ്ടും വീട് നിർമ്മിച്ചവര് ഇതിനെ എതിർക്കാൻ ആരംഭിച്ചു. കാരണം അവരുടെ സംസ്കാരത്തെ ചോദ്യം ചെയ്യുന്നതായില്ലേ. അങ്ങനെ നിരന്തരമായി യൂറോപ്പിൽ നിന്ന് രോഗങ്ങൾ ലാറ്റിൻ അമേരിക്കൻ ജനതയിലേക്ക് പടർന്നു പിടിച്ചു. അതും ജനങ്ങൾക്ക് പ്രതിഷേധമുണ്ടാക്കി. വംശീയ വിവേചനം പ്രചരിപ്പിച്ചു. ആദിമ നിവാസികളായ അസ്തക്കുകളെ, ലത്തീൻ അമേരിക്കൻ രാജ്യങ്ങളിലെ ആദിമ നിവാസികളായ അസ്തക്കുകളെ ഈ പോർച്ചുഗീസുകാരും സ്പെയിൻകാരും ഒക്കെ അടിമകളായി ചിത്രീകരിച്ച് അവരെ അടിമകളായി പണിയെടുപ്പിച്ചു. അവരെ പരമാവധി ചൂഷണം ചെയ്തു. ഇതൊക്കെ എന്തിന് കാരണമായി? അവരുടെ പ്രതിഷേധത്തിന് കാരണമായി. ക്ലിയർ ആണേ? അപ്പൊ ഒന്ന് ഓടിച്ചു വായിച്ചു വെച്ചാൽ മതി. വിപ്ലവത്തിന്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെ? ഭാഷയും മതവും ആചാരവും പ്രചരിപ്പിച്ചു. സ്പാനിഷ് ശൈലിയിൽ ദേവാലയങ്ങളും വീടുകളും വിദ്യാലയങ്ങളും നിർമ്മിച്ചു. സ്പാനിഷ് കൃഷിരീതികളും കാർഷിക വിളകളും നടപ്പിലാക്കി. യൂറോപ്പിൽ നിന്ന് പുതിയ രോഗങ്ങൾ ലാറ്റിൻ അമേരിക്കൻ ജനതയിലേക്ക് പടർന്നു പിടിച്ചു. വംശീയ വിവേചനവും അടിമ സമ്പ്രദായവും ഈ കോളനിവൽക്കരണ കാലഘട്ടത്ത് പ്രചരിക്കപ്പെട്ടു. ഇതൊക്കെ ജനങ്ങളുടെ ഇടയിൽ പ്രതിഷേധത്തിന് കാരണമായി. അങ്ങനെ അവർ പ്രത്യക്ഷ സമരത്തിലേക്ക് തിരിയാം. ആദ്യം വിപ്ലവം അരങ്ങേറിയത് ഇവിടെ വെനസ്വേലയിലാണ്.
ഈ തെക്കേ അമേരിക്കൻ രാജ്യങ്ങള്, മധ്യ അമേരിക്കൻ രാജ്യങ്ങള്, കരീബിയൻ ദ്വീപസമൂഹം. പൊതുവായിട്ട് നമ്മൾ എന്തെന്ന് വിളിക്കും? ലാറ്റിൻ അമേരിക്ക എന്ന് വിളിക്കും അല്ലെ? ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ. ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ ആദ്യമായി വിപ്ലവം നടക്കുന്നത് എവിടെ? വെനിസ്വേലയിലാണ്. വെനിസ്വേലയിൽ വിപ്ലവം ആരംഭിക്കുന്നു. തുടർന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് ഈ വിപ്ലവം പടർന്നു പിടിക്കുന്നു. കോളനി ഭരണത്തിൽ നിന്ന് മോചിതമായ ആദ്യത്തെ ലാറ്റിൻ അമേരിക്കൻ രാജ്യം, വിപ്ലവം ആരംഭിച്ചത് വെനസ്വേലയിലാണെങ്കിലും ആദ്യമായി മോചനം നേടിയ രാജ്യം എന്ന് പറയുന്നത് ഹെയ്ത്തി ആയിരുന്നു. ഓക്കെ, കോളനി ഭരണത്തിൽ നിന്ന് മോചിതമായ ആദ്യ ലാറ്റിൻ അമേരിക്കൻ രാജ്യം ഹെയ്ത്തി. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തിന് തുടക്കം കുറിക്കപ്പെട്ട രാജ്യം ഇതാണ്, വെനസ്വേല. തെക്കേ അമേരിക്കയില് ആദ്യമായി സ്വാതന്ത്ര്യം പ്രാപിച്ച രാജ്യം എന്ന് പറയുന്നത് അർജന്റീനയായിരുന്നു 1810. ഈ ലത്തീൻ അമേരിക്കൻ രാജ്യങ്ങളിൽ ആദ്യം സ്വാതന്ത്ര്യം കിട്ടിയത് ഹെയ്ത്തിക്ക്. ഈ ലത്തീൻ അമേരിക്ക എന്ന് പറയുമ്പോൾ അതിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും തെക്കേ അമേരിക്കയാണ്. ആ തെക്കേ അമേരിക്ക വൻകരയിൽ ആദ്യമായി സ്വാതന്ത്ര്യം നേടിയത് ഏതാണ്? അർജന്റീനയായിരുന്നു. ഏത് വർഷം? 1810. രക്തരഹിതമായി സ്വാതന്ത്ര്യം നേടിയത് ആദ്യമായി ബ്രസീലായിരുന്നു. അതായത് കൂടുതൽ ആൾക്കാരുടെ മരണമൊന്നും ഉണ്ടാകാതെ, അധികം പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ സ്വാതന്ത്ര്യം നേടിയത് ബ്രസീലായിരുന്നു എന്ന് 1822. ആരാ സ്വാതന്ത്ര്യം കൊടുക്കുന്നേ? പോർച്ചുഗീസുകാര്. കാരണം പോർച്ചുഗീസുകാരുടെ ഒരേ ഒരു കോളനി ബ്രസീലായിരുന്നു. ബാക്കി എല്ലാ രാജ്യങ്ങളിലും കോളനിവൽക്കരണം നടത്തിയത് ആരാ? സ്പെയിനാണ്. ഓക്കെ. അപ്പൊ സ്പെയിൻ അതിശക്തമായി ചെറുത്ത് നിന്നു. പക്ഷേ പോർച്ചുഗലിന് അങ്ങനെ ചെറുത്ത് നിൽക്കാൻ കഴിഞ്ഞില്ല. കാരണം സൈനികപരമായി വളരെ, വളരെ മോശം സ്ഥിതിയിലായിരുന്നു പോർച്ചുഗൽ ആ കാലഘട്ടത്തിൽ. ഇന്ത്യയിലൊക്കെ അതിശക്തമായ പരാജയം നേരിട്ടു ഡച്ചുകാരിൽ നിന്നൊക്കെ. അതുകൊണ്ട് തന്നെ കോളനിവൽക്കരണത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ അതിശക്തമായ സേന ആ കാലഘട്ടത്തിൽ ആർക്കില്ലായിരുന്നു? പോർച്ചുഗലിലായിരുന്നു. അതുകൊണ്ട് ബ്രസീലിന് എന്താ രക്തരഹിതമായി അക്രമമൊന്നും ഇല്ലാണ്ട് തന്നെ സ്വാതന്ത്ര്യം കിട്ടുകയാണ്. ഓക്കെ. കാരണം ബ്രസീൽ എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ 5ാമത്തെ രാജ്യമാണ് അല്ലേ? അല്ലേടാ, ലോകത്തെ ഏറ്റവും വലിയ 5ാമത്തെ രാജ്യമാണ് നിലവിൽ ബ്രസീൽ. ഇന്ത്യയെക്കാളൊക്കെ ഒത്തിരി വലുതാണ്. അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ആ ബ്രസീൽ എന്ന് പറയുന്ന വലിയ രാജ്യത്തെ അധീനതയിൽ നിലനിർത്തുവാൻ നമ്മുടെ പോർച്ചുഗീസുകാർക്ക് ഒരുപാട് സൈന്യം വേണം. പക്ഷെ അത്രയും സൈന്യം ഇല്ലാത്തത് കൊണ്ട് അവര് വേറെ പ്രശ്നത്തിനൊന്നും പോയില്ല. പെട്ടെന്ന് സ്വാതന്ത്ര്യം കൊടുത്തു. അപ്പൊ ഇവിടെ നമ്മൾ എത്ര രാജ്യങ്ങളെ കുറിച്ച് പഠിച്ചു? 4 രാജ്യങ്ങൾ. ഓർമ്മ വേണം. ലാറ്റിൻ അമേരിക്കയിൽ വിപ്ലവം അരങ്ങേറിയ ആദ്യ രാജ്യം എന്ന് പറയുന്നത് വെനസ്വേല. ലാറ്റിൻ അമേരിക്കയില് കോളനിവൽക്കരണത്തിൽ നിന്ന് മോചിക്കപ്പെട്ട ആദ്യ രാജ്യം എന്ന് പറയുന്നത് ഹെയ്ത്തിയാണ്. ഏത് വർഷം? 1804. തെക്കേ അമേരിക്കയിൽ ആദ്യമായി സ്വാതന്ത്ര്യം പ്രാപിച്ച രാജ്യം എന്ന് പറയുന്നത് അർജന്റീനയാണ്. 1810. രക്തരഹിതമായ സ്വാതന്ത്ര്യം നേടിയ ആദ്യ രാജ്യം എന്ന് പറയുന്നത് ബ്രസീലായിരുന്നു. 1822. 19ാം നൂറ്റാണ്ട് അവസാനിക്കുന്നതോട് കൂടി ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾക്ക് എല്ലാം സ്വാതന്ത്ര്യം കിട്ടിയെന്നതാണ് യാഥാർത്ഥ്യം. ഒരു രാജ്യത്ത് വെനസ്വേലയിൽ തുടക്കം കുറിച്ച വിപ്ലവം മറ്റ് രാജ്യങ്ങളിലേക്ക് പടർന്നു പിടിച്ചു. അങ്ങനെ സ്പെയിനിൽ നിന്നും പോർച്ചുഗലിൽ നിന്നും പൂർണ്ണമായി ലാറ്റിൻ അമേരിക്ക സ്വാതന്ത്ര്യം നേടി. എത്രാം നൂറ്റാണ്ടില? 19ാം നൂറ്റാണ്ടില്. ഇനി പ്രധാനപ്പെട്ട 3 നേതാക്കന്മാരെ നമ്മൾ പറഞ്ഞു അല്ലെ? ആ 3 നേതാക്കന്മാരെ നമുക്ക് പരിചയപ്പെടാം. ഞാൻ ഈ 3 നേതാക്കന്മാരെ പറഞ്ഞപ്പോ പ്രത്യേകിച്ച് ഓർമ്മിപ്പിച്ചിരുന്നു. പ്രിയ ഉദ്യോഗാർത്ഥികളെ, മാറിപ്പോവരുത്, തെറ്റിദ്ധരിക്കരുത്. ഏതെങ്കിലും ഒരു രാജ്യത്തെ നേതാക്കളായിരുന്നില്ല ഈ 3 പേരും. തെക്കേ അമേരിക്കയും മധ്യ അമേരിക്കയും കരീബിയൻ ദ്വീപ സമൂഹങ്ങൾ ഉൾപ്പെടുന്ന ലാറ്റിൻ അമേരിക്കയിലെ എല്ലാ രാജ്യങ്ങളിലും ഇവരുടെ ആശയങ്ങൾ പ്രചരിക്കപ്പെട്ടിരുന്നു. ഓക്കെ. യെസ്. അപ്പൊ ലാറ്റിൻ അമേരിക്കയില് വിപ്ലവങ്ങളുടെ തുടക്കക്കാരൻ എന്നറിയപ്പെടുന്നത് എന്താണ്? വിപ്ലവങ്ങളുടെ തുടക്കക്കാരൻ എന്നറിയപ്പെടുന്നത് ഫ്രാൻസിസ്കോ മിരാണ്ടയാണ്. ഫ്രാൻസിസ്കോ മിരാണ്ട യൂറോപ്യൻ ആധിപത്യത്തിനെതിരെ ലാറ്റിൻ അമേരിക്കയിൽ ആദ്യമായി ശബ്ദമുയർത്തിയത് ഫ്രാൻസിസ്കോ മിരാണ്ടയാണ്. ആദ്യമായി വിപ്ലവം എവിടെ ആരംഭിച്ചെന്നാ ഞാൻ പറഞ്ഞേ? വെനസ്വേലയിൽ അല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും ഫ്രാൻസിസ്കോ മിരാണ്ട എവിടെയാണ് യൂറോപ്പിന്റെ ആധിപത്യത്തിനെതിരെ ശബ്ദമുയർത്തിയത്? വെനസ്വേലയില്. അത്രേ ഉള്ളൂ. അല്ലേ? നമ്മൾ പഠിച്ചതോടെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു അല്ലേ? അപ്പോ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവങ്ങളുടെ തുടക്കക്കാരൻ എന്നറിയപ്പെടുന്നത് ഫ്രാൻസിസ്കോ മിരാണ്ട. എന്ന് പറഞ്ഞാൽ ലാറ്റിൻ അമേരിക്കയിലെ വിപ്ലവം ആർക്കെതിരെയാ? യൂറോപ്പിന്റെ ആധിപത്യത്തിനെതിരെ അല്ലെ? അപ്പോ യൂറോപ്പിന്റെ ആധിപത്യത്തിനെതിരെ ലാറ്റിൻ അമേരിക്കയിൽ ആദ്യമായി ശബ്ദമുയർത്തിയത് ആരായിരുന്നു? ഫ്രാൻസിസ്കോ മിരാണ്ട. എവിടെ ആദ്യം വിപ്ലവം ആരംഭിച്ച്? വെനസ്വേലയില്. അപ്പൊ വെനസ്വേലയിലെ സ്വാതന്ത്ര്യ സമരത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? ഫ്രാൻസിസ്കോ മിരാണ്ട. കഴിഞ്ഞു. ശരിയല്ലേ? കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചാൽ ഏത് രീതിയിൽ PS ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റൂല. ഓക്കെ. അടുത്ത രണ്ടാമത്തെ ആൾ ജോസ് ഡി സാൻ മാർട്ടിൻ. ലാറ്റിൻ അമേരിക്കയുടെ സംരക്ഷകൻ. വാക്ക് ഓർമ്മിച്ചേക്കണേ. ലാറ്റിൻ അമേരിക്കയുടെ സംരക്ഷകൻ, പ്രൊട്ടക്ടർ ഓഫ് ദ ലാറ്റിൻ അമേരിക്ക എന്നറിയപ്പെടുന്നത് ജോസ് ഡി സാൻ മാർട്ടിൻ ആണ്.
സൈമൺ ബൊളിവറുടെ മുൻഗാമി. സൈമൺ ബൊളിവറുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ജോസ് ഡി സാൻ മാർട്ടിനാണ്. ഓക്കെ. അപ്പൊ ലാറ്റിൻ അമേരിക്കയുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നതാണ് ജോസ് ഡി സാൻ മാർട്ടിൻ. സൈമൺ ബൊളിവറുടെ മുൻഗാമിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും സൈമൺ ബൊളിവർ ഇതേപോലുള്ള എന്തെങ്കിലും പേര് വിളിക്കുമായിരിക്കും അല്ലെ? അതേന്നെ. സൈമൺ ബൊളിവർ അറിയപ്പെടുന്നത് ലാറ്റിൻ അമേരിക്കയുടെ വിമോചകൻ അഥവാ മഹാനായ വിമോചകൻ എന്നാണ്. ദ ഗ്രേറ്റ് ലിബറേറ്റർ എന്നാണ് അദ്ദേഹം അറിയപ്പെടുക. അപ്പൊ വിമോചകൻ എന്നറിയപ്പെടുന്നത് ആരാ? സൈമൺ ബൊളിവറാണ്. അദ്ദേഹത്തിന്റെ മുൻഗാമിയായ ജോസ് ഡി സാൻ മാർട്ടിൻ അറിയപ്പെടുന്നത് ലാറ്റിൻ അമേരിക്കയുടെ സംരക്ഷകൻ എന്നാണ് കേട്ടോ. തെക്കേ അമേരിക്കയുടെ ദക്ഷിണ ഭാഗത്ത്, ദക്ഷിണ ഭാഗത്ത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം തെക്ക് ഭാഗത്ത്, തെക്കേ അമേരിക്കയുടെ തെക്ക് ഭാഗത്ത് വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ജോസ് ഡി സാൻ മാർട്ടിൻ ആയിരുന്നു. തെക്കേ അമേരിക്കയുടെ തെക്ക് ഭാഗത്ത് അഥവാ തെക്കേ അമേരിക്കയുടെ ദക്ഷിണ ഭാഗത്ത് വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ജോസ് ഡി സാൻ മാർട്ടിൻ. സ്പെയിനിനെതിരെ ആൻഡീസ് സൈന്യം രൂപീകരിച്ചത് തെക്കേ അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പർവ്വതനിരയാണ് ആൻഡീസ് പർവ്വതം എന്ന് പറയുക അല്ലെ. യെസ്. ആ ആൻഡീസ് പർവ്വത ചരിവുകളിൽ എന്ത് ചെയ്തു? സൈന്യത്തിന് പരിശീലനം നൽകി. പ്രത്യേകിച്ച് ഒളിപ്പോര്. ഒളിപ്പോര് യൂറോപ്യൻ യുദ്ധമുറയാണ് ഒളിപ്പോര്. ആ യൂറോപ്യൻ ശക്തികൾക്കെതിരെ അതേ മാർഗത്തിൽ തിരിച്ചടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒളിപ്പോര് അഥവാ ഗറില്ല യുദ്ധമുറയ്ക്ക് പരിശീലനം നൽകിയതുകൊണ്ടാണ്, ആ പർവ്വത ചരിവിൽ പരിശീലനം നൽകിയതുകൊണ്ടാണ് അതിനെന്തെന്ന് വിളിച്ചത്? ആൻഡീസ് സൈന്യം എന്ന് വിളിക്കുക. ഓക്കെ. യെസ്. ഈ ആൻഡീസ് പർവ്വതത്തില് വീശിയടിക്കുന്ന ഒരു കാറ്റുണ്ട്. സോണ്ട അല്ലെ? നമ്മൾ പഠിക്കാറുണ്ട് ജോഗ്രഫിയിൽ. യെസ്. അപ്പൊ സ്പെയിനിനെതിരെ ആൻഡീസ് സൈന്യം രൂപീകരിച്ചത് ജോസ് ഡി സാൻ മാർട്ടിൻ ആയിരുന്നു. ജോസ് ഡി സാൻ മാർട്ടിന്റെ നേതൃത്വത്തില് മോചിപ്പിക്കപ്പെട്ട ആദ്യ രാജ്യങ്ങളായിരുന്നു അർജന്റീന, ചിലി എന്നിവ. അർജന്റീന, ചിലി എന്നിവ മറക്കില്ലല്ലോ. ഗഡ്. അപ്പോ ജോസ് ഡി സാൻ മാർട്ടിൻ ലാറ്റിൻ അമേരിക്കയുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നു. സൈമൺ ബൊളിവറുടെ മുൻഗാമി എന്നറിയപ്പെടുന്നു. തെക്കേ അമേരിക്കയിലെ ദക്ഷിണ ഭാഗത്ത് വിപ്ലവത്തിന് നേതൃത്വം നൽകി. സ്പെയിനിനെതിരെ ആൻഡീസ് സൈന്യം രൂപീകരിച്ചത് ജോസ് ഡി സാൻ മാർട്ടിൻ തന്നെ. മോചിക്കപ്പെട്ട രാജ്യങ്ങളായിരുന്നു അർജന്റീനയും ചിലിയും. മോചിക്കപ്പെട്ട രാജ്യങ്ങളാണ് അർജന്റീനയും ചിലിയും. സെറ്റാണ്. മറക്കില്ലെന്ന് കരുതിക്കോട്ടെ. ഗഡ്. ഇനി അടുത്ത് നമ്മൾ പറയുന്നു സൈമൺ ബൊളിവർ. സൈമൺ ബൊളിവർ ജനിച്ച രാജ്യമെന്ന് പറയുന്നത് വെനസ്വേല. സൈമൺ ബൊളിവർ ജനിച്ചത് വെനസ്വേല. ഈ വെനസ്വേലയില് ആദ്യമായി വിപ്ലവം ആരംഭിച്ച ആരാ? വെനസ്വേലയില് ആദ്യമായി വിപ്ലവം ആരംഭിച്ച ആരാ? നമ്മൾ പറഞ്ഞു ഫ്രാൻസിസ്കോ മിരാണ്ട. ശരിയല്ലേ? അതേ തുടർന്ന് നമ്മുടെ വെനസ്വേലയിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ആരാ? സോറി, നമ്മുടെ വെനസ്വേലയിലെ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ആരാ? ജോസ് ഡി സാൻ മാർട്ടിൻ അല്ലെ? ജോസ് ഡി സാൻ മാർട്ടിൻ. ഈ ജോസ് ഡി സാൻ മാർട്ടിന് ശേഷം വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? സൈമൺ ബൊളിവർ ആയിരുന്നു. വെനസ്വേലയിൽ തുടക്കം കുറിച്ചത് ആരാണ്? ഫ്രാൻസിസ്കോ മിരാണ്ട. അതേ തുടർന്ന് ജോസ് ഡി സാൻ മാർട്ടിന്റെ ആശയങ്ങൾ പ്രചരിക്കപ്പെടുന്നു. അതിനുശേഷം എത്തിച്ചേരുന്നത് സൈമൺ ബൊളിവർ. കാലഘട്ടം അനുസരിച്ചാണ് നേതാക്കൾ നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പോ സൈമൺ ബൊളിവർ ജനിച്ചത് വെനസ്വേലയിലാണ്. പക്ഷെ വെനസ്വേല മാത്രമാണ് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്? ഇല്ല. വെനസ്വേല, കൊളംബിയ, ഇക്കഡോർ, പെറു എന്നീ രാജ്യങ്ങളെ സ്പാനിഷ് ആധിപത്യത്തിൽ മോചിപ്പിക്കാൻ കഴിഞ്ഞത് സൈമൺ ബൊളിവറുടെ നേതൃത്വത്തിലുള്ള വിപ്ലവമായിരുന്നു. ഓക്കെ. അപ്പോ 3 വ്യക്തികൾ മറക്കരുത്. ഫ്രാൻസിസ്കോ മിരാണ്ടയാണ് വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് വെനസ്വേലയിൽ. തുടർന്ന് വെനസ്വേല ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളിലും ജോസ് ഡി സാൻ മാർട്ടിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കപ്പെട്ടു. അതുകൊണ്ടാണ് ജോസ് ഡി സാൻ മാർട്ടിനെ ലാറ്റിൻ അമേരിക്കയുടെ സംരക്ഷകൻ എന്ന് വിളിക്കുക. സൈമൺ ബൊളിവറെ നോക്കിയാലോ? സൈമൺ ബൊളിവർ ജനിച്ചത് എവിടെയാണ്? വെനസ്വേലയിലാണ്. വെനസ്വേലയിൽ ജനിച്ച് വെനസ്വേല, കൊളംബിയ, ഇക്വഡോർ, പെറു തുടങ്ങിയ രാജ്യങ്ങൾക്ക് സ്പാനിഷ് ആധിപത്യത്തിൽ നിന്ന് മോചനം നേടി. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ മഹാനായ വിമോചകൻ, ദ ഗ്രേറ്റ് ലിബറേറ്റർ എന്ന് വിളിക്കാറുണ്ട്. മഹാനായ വിമോചകൻ. തെക്കേ അമേരിക്കയിലെ ജോർജ് വാഷിംഗ്ടൺ എന്നറിയപ്പെടുന്നത് സൈമൺ ബൊളിവർ ആണ്. കാരണം നമ്മുടെ ലാറ്റിൻ അമേരിക്കയില് പ്രധാന ഭാഗം തെക്കേ അമേരിക്ക ആണല്ലോ. ആ തെക്കേ അമേരിക്കയിൽ വെനസ്വേല, കൊളംബിയ, ഇക്വഡോർ, പെറു എന്നീ രാജ്യങ്ങളിലെ മോചനത്തിലേക്ക് നയിക്കുന്നത് ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സൈനിക നടപടിയായിരുന്നു. സൈനികരെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്തു? നമ്മുടെ ആൻഡീസ് സേന രൂപീകരിച്ചത് ജോസ് ഡി സാൻ മാർട്ടിനാണ്. ആ ആൻഡീസ് സൈന്യത്തിന്റെ നേതൃത്വം പിന്നീട് ഏറ്റെടുത്തത് ആരായിരുന്നു? സൈമൺ ബൊളിവർ ആയിരുന്നു. ജോസ് ഡി സാൻ മാർട്ടിൻ രൂപീകരിച്ച ആൻഡീസ് സൈന്യത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് സ്പെയിനിനെതിരെ സായുധ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് സൈമൺ ബൊളിവർ ആയിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ തെക്കേ അമേരിക്കയിലെ ജോർജ് വാഷിംഗ്ടൺ എന്ന് വിളിക്കുക. ആരാണ് ജോർജ് വാഷിംഗ്ടൺ? നമ്മൾ പഠിച്ചിരുന്നു അല്ലെ? എന്താ നമ്മൾ പഠിച്ചേ?
അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തില് അമേരിക്കൻ കോണ്ടിനെന്റൽ സേനയ്ക്ക് രൂപം നൽകിയതും നേതൃത്വം നൽകിയതും ആരായിരുന്നു? ജോർജ് വാഷിംഗ്ടൺ ആയിരുന്നു അല്ലെ? ബ്രിട്ടനെതിരെ ബ്രിട്ടീഷ് സൈന്യാധിപനായ കോൺവാലിസ് പ്രഭുവിനെതിരെ അല്ലെ? നമ്മൾ പഠിച്ചതല്ലേ? അതെ. യെസ്. അതുപോലെ. അപ്പൊ ജോർജ് വാഷിംഗ്ടനെ പോലെ സൈനിക നടപടിയിലൂടെ സ്വന്തം ഭൂപ്രദേശത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തത് കൊണ്ടാണ് സൈമൺ ബൊളിവറെ മഹാനായ വിമോചകൻ എന്ന് വിളിക്കുക. അന്തരിച്ചത് എവിടെ? കൊളംബിയയിൽ. അപ്പൊ പ്രധാനപ്പെട്ട 3 നേതാക്കന്മാർ മറക്കരുതേ. ഫ്രാൻസിസ്കോ മിരാണ്ട ആദ്യമായി വിപ്ലവത്തിന് വിത്തുപാകിയ വ്യക്തി. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവങ്ങളുടെ തുടക്കക്കാരൻ. യൂറോപ്പിന്റെ ആധിപത്യത്തിനെതിരെ ലാറ്റിൻ അമേരിക്കയിൽ ആദ്യമായി ശബ്ദമുയർത്തി ആദ്യമായി വിപ്ലവം ആരംഭിച്ചത് നമ്മൾ പറഞ്ഞു വെനസ്വേലയിലാണ്. അതുകൊണ്ട് തന്നെ വെനസ്വേല സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകി. ഈ വെനസ്വേലയിലെ ജനിച്ച വ്യക്തിയായിരുന്നു ആര്? സൈമൺ ബൊളിവർ. ഓക്കെ. ഈ ഒരു ഫ്രാൻസിസ്കോ മിരാണ്ടയുടെ പ്രവർത്തനങ്ങൾ കണ്ടാണ് സൈമൺ ബൊളിവർ വളരുക വെനസ്വേലയിൽ. അതാണ് അദ്ദേഹത്തെ വിപ്ലവത്തിലേക്ക് നയിക്കുന്നത്. ജോസ് ഡി സാൻ മാർട്ടിൻ ലാറ്റിൻ അമേരിക്കയുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നു. സൈമൺ ബൊളിവറുടെ മുൻഗാമി എന്നറിയപ്പെടുന്നു. അല്ലെങ്കിൽ ജോസ് ഡി സാൻ മാർട്ടിന്റെ പിൻഗാമിയാണ് ആര്? സൈമൺ ബൊളിവർ. കാരണം ജോസ് ഡി സാൻ മാർട്ടിൻ തുടക്കം കുറിച്ച ആൻഡീസ് സൈന്യത്തിന് പിൽക്കാലത്ത് നേതൃത്വം ഏറ്റെടുക്കുകയും ആ സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ട് വിപ്ലവം വിജയിക്കുകയും ചെയ്തത് സൈമൺ ബൊളിവർ ആയിരുന്നു. ഓക്കെ. അപ്പോ സൈമൺ ബൊളിവറുടെ മുൻഗാമി എന്ന് വിളിക്കാം. അല്ലെങ്കിൽ ജോസ് ഡി മാർട്ടിന്റെ പിൻഗാമിയാണ് സൈമൺ ബൊളിവർ എന്ന് പറയാം. തെക്കേ അമേരിക്കയിലെ ദക്ഷിണ ഭാഗത്ത് വിപ്ലവത്തിന് നേതൃത്വം നൽകി. സ്പെയിനിനെതിരെ ആൻഡീസ് സൈന്യം രൂപീകരിച്ചു. ജോസ് ഡി സാൻ മാർട്ടിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങളാണ് അർജന്റീന, ചിലി എന്നിവ. അല്ലെ? തെക്കേ അമേരിക്കയിലെ ABC രാജ്യങ്ങൾ അർജന്റീന, ബ്രസീൽ, ചിലി എന്നിവയാണ് അല്ലെ? നിങ്ങൾക്ക് ഓർമ്മ വന്നു. സൈമൺ ബൊളിവർ ജനിച്ച രാജ്യം എന്ന് പറയുന്നത് വെനസ്വേല. വെനസ്വേല, കൊളംബിയ, ഇക്വഡോർ, പെറു എന്നീ രാജ്യങ്ങളെ സ്പാനിഷ് ആധിപത്യത്തിൽ നിന്ന് മോചിപ്പിച്ചു. വിശേഷണം മഹാനായ വിമോചകൻ. തെക്കേ അമേരിക്കയിലെ ജോർജ് വാഷിംഗ്ടൺ എന്നറിയപ്പെടുന്നത് സൈമൺ ബൊളിവർ തന്നെ. അന്തരിച്ചത് എവിടെയാണ്? കൊളംബിയയിൽ. ജനിച്ചത് വെനസ്വേല, അന്തരിച്ചത് കൊളംബിയയിൽ. കഴിഞ്ഞു. ഒന്നുകൂടെ പൂർണ്ണമായിട്ടൊന്ന് റിവിഷൻ ചെയ്താലോ? ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം. സാധാരണ നമ്മള് പ്രധാനമായും 4 വിപ്ലവങ്ങളാണ് പഠിക്കുക അല്ലെ? എന്തൊക്കെയാണ്? ഇംഗ്ലണ്ടിലെ രക്തരഹിത വിപ്ലവം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, പിന്നെ ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം, പിന്നെ ചൈനീസ് വിപ്ലവം അല്ലെ? നമ്മള് ഏസിയാറ്റിക് ഫാക്ട് ആണത്. അതുകൊണ്ട് അതുകൂടെ ചേർത്ത് പഠിച്ചു എന്ന് മാത്രം. ഈ നേതാക്കന്മാരെ കുറിച്ച് PSC ചോദിക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇമ്പോർട്ടന്റ് ആണ്. PSCക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുക. പൂർണ്ണമായും ഒന്ന് റിവിഷൻ ചെയ്ത് അവസാനിപ്പിക്കുക. ഓക്കെ. നമ്മളൊരു ഓർഡറിലാണ് പഠിക്കുന്നത് അല്ലെ? ആദ്യം ഇംഗ്ലണ്ടിലെ രക്തരഹിത വിപ്ലവം പഠിച്ചു. ആ രക്തരഹിത വിപ്ലവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഫ്രഞ്ച് വിപ്ലവം നടക്കുക. ഈ ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് അതോടൊപ്പം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെയും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം നടക്കുക. ഇനി തുടർന്നുള്ള ക്ലാസ്സുകൾ നമ്മൾ പഠിക്കുന്നത് റഷ്യൻ വിപ്ലവമാണ്. സോഷ്യലിസ്റ്റ് ചിന്താഗതിയുടെ അടിസ്ഥാനത്തിൽ നടന്ന വിപ്ലവം. അതിനെ തുടർന്ന് നമ്മൾ കമ്മ്യൂണിസ്റ്റ് ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ നടന്ന ചൈനീസ് വിപ്ലവം. ഓക്കെ. യെസ്. അപ്പൊ നമുക്ക് റിവിഷൻ ചെയ്യാം. ലാറ്റിൻ അമേരിക്ക എന്ന് പറയുന്നത് ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ ഒരു വേർതിരിവല്ല. മറിച്ച് സാംസ്കാരികമായ ഏകീകരണമുള്ള ഭൂപ്രദേശമാണ്. തെക്കേ അമേരിക്കയും മധ്യ അമേരിക്കയും കരീബിയൻ ദ്വീപുകൾ അഥവാ വെസ്റ്റ് ഇൻഡീസ് ദ്വീപുകളും അടങ്ങിയ ഭൂപ്രദേശം. എന്തുകൊണ്ടാണ് സാംസ്കാരിക പ്രദേശം എന്ന് വിളിക്കുന്നത്? സ്പെയിനും പോർച്ചുഗലിന്റെയും സംസ്കാരം പ്രചരിപ്പിക്കപ്പെട്ട ഭൂപ്രദേശം. മതത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ ലത്തീൻ മതം അഥവാ റോമൻ കത്തോലിക്ക വിശ്വാസം പ്രചരിക്കപ്പെട്ട ഭൂപ്രദേശം. അതുകൊണ്ടാണ് അതിനെ ലത്തീൻ അമേരിക്ക അഥവാ ലാറ്റിൻ അമേരിക്ക എന്ന് വിളിക്കുക. ലാറ്റിൻ അമേരിക്കയിലെ പുരാതന ജനവിഭാഗമായിരുന്നു ഗോത്രവർഗക്കാരായ അസ്തക്കുകൾ. അസ്തക്കുകൾ എന്ന ഗോത്രവിഭാഗം നിലവിൽ പ്രധാനമായും കാണുന്നത് മെക്സിക്കോയിലാണ്. തെക്കേ അമേരിക്കയിലെ പ്രാചീന സംസ്കാര കേന്ദ്രമാണ് മാച്ചു പിച്ചു. ഈ മാച്ചു പിച്ചു എന്ന് പറയുന്നത് നിലവിൽ പുരാതന ലോകമഹാത്ഭുതങ്ങളിൽ ഒന്നാണ്. മാച്ചു പിച്ചു എന്ന നഗരം പണികഴിപ്പിച്ചത് പച്ചക്കുട്ടി എന്ന ഭരണാധികാരിയായിരുന്നു കേട്ടോ. ലാറ്റിൻ അമേരിക്കയെ കോളനിയാക്കിയ രാജ്യങ്ങൾ സ്പെയിനും പോർച്ചുഗലും. ഇതില് ഏറ്റവും വലിയ രാജ്യമായ ബ്രസീലിനെ കോളനിയാക്കിയത് പോർച്ചുഗൽ. മറ്റെല്ലാ രാജ്യങ്ങളും കോളനിയാക്കിയത് സ്പെയിൻ. വിപ്ലവം തുടക്കം കുറിക്കപ്പെട്ട നൂറ്റാണ്ട് 19-ാം നൂറ്റാണ്ട്, അതായത് 1801-നും 1900-നും ഇടയിലുള്ള കാലഘട്ടം. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തിന് പ്രചോദനമായത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവും ഫ്രഞ്ച് വിപ്ലവവും. വിപ്ലവം നയിച്ച പ്രധാന നേതാക്കൾ 3 പേരാണ്. ഫ്രാൻസിസ്കോ മിരാണ്ട, ജോസെ ഡി സാൻ മാർട്ടിൻ, ദെൻ സൈമൺ ബൊളിവർ എന്നിവർ. വിപ്ലവത്തിന്റെ പ്രധാന കാരണങ്ങൾ ഭാഷയും മതവും ആചാരവും എന്ത് ചെയ്തു? പ്രചരിപ്പിക്കപ്പെട്ടു. അത് അസ്തക്കുകളെ സംബന്ധിച്ച് അംഗീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല.
അവരുടേതായ സംസ്കാരമുണ്ടല്ലോ. അത് ചോദ്യം ചെയ്യുന്ന രീതി ശരിയല്ലല്ലോ. സ്പാനിഷ് ശൈലിയിൽ ദേവാലയങ്ങളും വീടുകളും വിദ്യാലയങ്ങളും നിർമ്മിച്ചു. സ്പാനിഷ് കൃഷിരീതികളും കാർഷിക വിളകളും നടപ്പിലാക്കി. യൂറോപ്പിൽ നിന്ന് പുതിയ രോഗങ്ങൾ ലാറ്റിൻ അമേരിക്കൻ ജനതയിലേക്ക് പടർന്നു പിടിച്ചു. വംശീയ വിവേചനം പ്രചരിപ്പിച്ചു. കൂടാതെ ഗോത്രവിഭാഗമായ അസ്തക്കികളെ അടിമകളായി കണക്കാക്കി പരമാവധി ചൂഷണം ചെയ്തു. ആദ്യം വിപ്ലവം നടന്നത് വെനിസ്വേല എന്ന രാജ്യത്ത്. കോളനി ഭരണത്തിൽ നിന്ന് മോചിക്കപ്പെട്ട ആദ്യത്തെ ലാറ്റിൻ അമേരിക്കൻ രാജ്യം എന്ന് പറയുന്നത്, ലാറ്റിൻ അമേരിക്കയിലെ ആദ്യ രാജ്യം എന്ന് പറയുന്നത് ഹെയ്ത്തി ആയിരുന്നു. ഏത് വർഷം? 1804. തെക്കേ അമേരിക്കയിൽ ആദ്യമായി സ്വാതന്ത്ര്യം നേടിയത് അർജന്റീന 1810. രക്തരഹിതമായി സ്വാതന്ത്ര്യം നേടിയ ആദ്യ രാജ്യം എന്ന് പറയുന്നത് ബ്രസീലാണ്. ഏത് വർഷം? 1822. മറക്കില്ലല്ലോ. ഇനി 3 നേതാക്കളെ നമ്മളൊന്ന് പറഞ്ഞു അല്ലെ. ഫ്രാൻസിസ്കോ മിരാണ്ട, ലാറ്റിൻ അമേരിക്കയിലെ വിപ്ലവങ്ങളുടെ തുടക്കക്കാരൻ. യൂറോപ്യൻ ആധിപത്യത്തിനെതിരെ ലാറ്റിൻ അമേരിക്കയിൽ ആദ്യമായി ശബ്ദമുയർത്തി. ആദ്യമായി വിപ്ലവം ആരംഭിച്ച വെനിസ്വേലയിലെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് ഫ്രാൻസിസ്കോ മിരാണ്ടയാണ്. ജോസ് ഡി സാൻ മാർട്ടിൻ, ലാറ്റിൻ അമേരിക്കയുടെ പ്രൊട്ടക്ടർ എന്നറിയപ്പെടുന്നു. സൈമൺ ബൊളിവറുടെ മുൻഗാമി. തെക്കേ അമേരിക്കയുടെ ദക്ഷിണ ഭാഗത്ത് വിപ്ലവത്തിന് നേതൃത്വം നൽകി. സ്പെയിനിനെതിരെ ആൻഡീസ് സൈന്യം രൂപീകരിച്ചു. മോചിപ്പിക്കപ്പെട്ട രാജ്യങ്ങൾ അർജന്റീന, ചിലി എന്നിവ. സൈമൺ ബൊളിവർ ജനിച്ചത് വെനിസ്വേലയിലാണ്. വെനിസ്വേല, കൊളംബിയ, ഇക്വഡോർ, പെറു തുടങ്ങിയ രാജ്യങ്ങളെ സ്പാനിഷ് ആധിപത്യത്തിൽ നിന്ന് സായുധ കലാപത്തിലൂടെ മോചിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ മഹാനായ വിമോചകൻ, ദ ഗ്രേറ്റ് ലിബറേറ്റർ എന്ന് വിളിക്കുന്നു. തെക്കേ അമേരിക്കയിലെ ജോർജ് വാഷിംഗ്ടൺ എന്നറിയപ്പെടുന്നതും സൈമൺ ബൊളിവർ തന്നെ. അമേരിക്കൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ജോർജ് വാഷിംഗ്ടണിനെ പോലെ എന്ത് ചെയ്തു? യെസ്, സായുധ വിപ്ലവത്തിലൂടെ സ്വാതന്ത്ര്യം നേടിയെടുത്തതുകൊണ്ട്. സൈമൺ ബൊളിവർ ഒടുവിൽ അന്തരിക്കുന്നത് എവിടെ? കൊളംബിയയിൽ വെച്ചുമാണ്. ഇത്രയേ ഉള്ളൂ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കേണ്ടത് റഷ്യൻ വിപ്ലവമാണ്. ഇത്രയും കൃത്യമായി പഠിച്ചു വരിക. അടുത്ത ക്ലാസ്സിൽ കാണാം.